ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങളെ ഉച്ചക്കത്തെ ഊണിന് ഞങ്ങളൊരു സ്പെഷ്യൽ തോരൻ വെക്കുന്നുണ്ട്. അതൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാട്ടോ. കുറച്ച് ഒരു 10-25 ചക്കക്കുരു എടുത്തിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ, 2 വിസിലടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളെ ചുവന്ന മുരി ഉണ്ടല്ലോ, അത് കളയണില്ല, മേലത്തെ തൊലി മാത്രം ഒന്ന് കളഞ്ഞിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ കനം കുറച്ചിട്ട് വെട്ടി കൊടുക്കുക. പുഴുങ്ങിയതായതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ അതേപോലെ എല്ലാതും ഒന്ന് വെട്ടിയെടുക്കുക. ഇനി അതിനാവശ്യമായ നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തോരൻ പോലെയാണ് വെക്കുന്നത്. അതിലേക്ക് 4 വെളുത്തുള്ളിയുടെ ചുള ഇട്ടിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം, പിന്നെ കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അരയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ആ ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഒന്ന് വഴറ്റിയെടുക്കുക, നല്ലോണം ഇതാവണ്ട ആ രൂപത്തിൽ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ. നമുക്ക് മീൻ കറി മാത്രമുള്ളൊരു തോരനൊക്കെ വേണമെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ചക്കക്കുരു ഒക്കെ ഇരിക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ്. അപ്പോൾ ഇതാ ഉള്ളി മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഒരു പിടി വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നമ്മൾ ചട്ടിയിലൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ. അപ്പം അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരക്കണയിൽ ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ട് ക്രഷ് ചെയ്യണയിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചക്കക്കുരും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പിടി മുരിങ്ങൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട്. വെള്ളം ചേർക്കണ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് ഒതുക്കി വേവിച്ചെടുക്കുക. വെന്ത സാധനമാണല്ലോ ചക്കക്കുരു ആണെങ്കിലും ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാക്കണം. ഇപ്പോൾ ഇതാ എല്ലാം നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ലൊരു തോരനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. വെള്ളരിക്കയും മാങ്ങയും കൂടി കറി വെച്ചതാട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ്, വെള്ളരിക്ക മാങ്ങ ഇട്ടിട്ടുള്ള കറി. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഇന്ന് കറിയായിട്ടുള്ളത്. പിന്നെ ആ തോരനും പിന്നെ ചൂട പൊരിച്ചത്, അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് വിശേഷം എന്ന് അറിയിക്കുക കമൻറ്റിലൂടെ. നാരങ്ങച്ചാറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചും വിശേഷമൊക്കെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.